നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, ചെമ്മാട്. ഇക്കുറിയും പതിവ് തെറ്റിയില്ല. കടമംഗലം കിളിനക്കോട് കരിങ്കാളി കരുവൻകാവിൽ കിരാതമൂർത്തി ക്ഷേത്രത്തിലെ സമൂഹ അന്നദാനത്തിൽ പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങളും പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തു. ഒരാഴ്ച നീണ്ടുനിന്ന താലപ്പൊലി കളംപാട്ട് മഹോത്സവത്തിന്റെ സമാപന ദിവസമായ ഇന്ന് നടന്ന സമൂഹ അന്നദാനത്തിലാണ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തത്. ഉച്ചയ്ക്ക് 11:30 ക്ഷേത്രത്തിലെത്തിയ ഇരുവരെയും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വി.പി. ഉണ്ണികൃഷ്ണൻ, വി.പി. രതീഷ്, കെ.വി. അനിൽകുമാർ, കെ.വി. അജീഷ്, കെ.പി. വൈശാഖ്, സുജിത് കുട്ടൻ, വി.പി. മനോജ് കുമാർ, വി.പി. ബാലകൃഷ്ണൻ, വി.പി. സുരേഷ്, സി.എം. ശിവദാസൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. മതസൗഹാർദ്ദം പുലർത്തേണ്ടുന്ന ഒരു കാലമാണിതെന്നും രാജ്യമതയേറെ ആവശ്യപ്പെടുന്നുണ്ടെന്നും പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ പറഞ്ഞു. അകൽച്ചയുടെ വിദ്വേഷത്തിന്റെ പ്രചരണം പലയിടത്തും നടക്കുമ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾ വ്യത്യസ്തത ഉണ്ടെങ്കിലും മനുഷ്യത്വപരമായി എല്ലാവരും ഒന്നിച്ചു ചേരേണ്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികൾക്ക് ഞങ്ങൾ ക്ഷണിക്കപ്പെടാറുണ്ട്. കഴിയുന്നത്ര നമ്മളിവിടെ വരാറുണ്ട്. പ്രത്യേകത എന്നുള്ളത് ഒരു ജാതിമത ഭേദമന്യുള്ള എല്ലാവരുടെയും ഒരു സാന്നിധ്യമാണ്. വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ വ്യത്യസ്തമാണെങ്കിലും ഇവിടെ സൗഹൃദം അതിന് ഒരുവിധ കോട്ടം തട്ടുന്നില്ല. ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേകമായി പരിപാടികളൊന്നും ഇല്ല. ഇവരുടെ ഈ ഉത്സവത്തിൽ പിന്തുണ അറിയിക്കുക, നമ്മുടെ സഹകരണം അറിയിക്കുക. പിന്നെ ഇവിടെ സദ്യയും പായസമൊക്കെ ഉണ്ടാവും. അത് നല്ലതാണ്. ഈ വർഷവും ഇവിടെ ക്ഷണിച്ചു, നമുക്ക് വരാൻ സാധിച്ചത് സന്തോഷം. ഈ സദ്യയാണോ ഇഷ്ടം? അത് നോണാണോ? നോണും വെജും അതിൻ്റെതായിട്ടുള്ള പല വകകളൊക്കെ ഉണ്ടാവും. വലിയ ടേസ്റ്റ് ആയിട്ട് നമുക്ക് സദ്യ ഇഷ്ടമാണ്. അല്ല, ഇതിന്റെ ഒരു പ്രാധാന്യം കൂടി ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഘട്ടം നമ്മൾ സ്ഥിരം പറയാറുണ്ടെങ്കിൽ പോലും സൗഹൃദത്തിൽ ഏറ്റവും ഏറെ നമ്മളത് പുലർത്തേണ്ട ഒരു കാലമാണ്. രാജ്യം അതേറെ ആവശ്യപ്പെടുന്നത്. അകൽച്ചയുടെ വിദ്വേഷത്തിൻ്റെ ഒരു പ്രചാരണങ്ങൾ പലയിടത്തും നടക്കുമ്പോൾ അതിലൊന്നും കാര്യമില്ല. വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ വ്യത്യസ്തമാണെങ്കിലും മനുഷ്യത്വപരമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേരേണ്ടവരാണ്. സാമൂഹ്യ പുനഃസൃഷ്ടിക്ക് വേണ്ടി എല്ലാവരുടെയും ആ ഒരു പങ്കാളിത്തം അനിവാര്യമാണ് എന്നാണ് ഈ കാലം ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്നു ഇത്തരത്തിലുള്ള നമ്മുടെ കൂട്ടായ്മ. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നും ഇതാണ് അഖിലേന്ത്യാ തലത്തിൽ കാണിക്കേണ്ടതെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരള മോഡലാണ്. ഇതാണ് കേരളത്തിന്റെ സ്റ്റോറി. ഇത് അഖിലേന്ത്യാ തലത്തിൽ കാണിക്കേണ്ടതാണ്. ഇവിടെ അവരുടെ വിശ്വാസപ്രകാരമുള്ള ഉത്സവമാണ് നടക്കുന്നത്. തങ്ങളിവിടെ എത്തി അതിൽ പങ്കുചേർന്നു. ഇതിപ്പോൾ തുടങ്ങിയല്ല, അതൊക്കെ വളരെ പുരാതന കാലം മുതൽ നിലനിൽക്കുന്നു. ഇതാണ് റിയൽ കേരള സ്റ്റോറി. ഓക്കെ, നേരത്തെ ഇവിടെ വരാറുണ്ട്. പിന്നെ സ്വന്തം മണ്ഡലമാണ്. ഇവിടെയൊക്കെ എല്ലാവരുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ട്. എല്ലാവരും അറിയുന്ന പൈനയും പേരെടുത്ത് വിളിക്കാവുന്ന ആളുകളാണ് അധികമുള്ളത്. അത് ഒരു കുഴപ്പമില്ല. അത് ഞങ്ങൾ മാത്രമല്ല, ഇവിടെയുള്ള പഞ്ചായത്തിലെ പിന്നെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ബാക്കി ഭാരവാഹികളും എല്ലാവരും ഉണ്ട്. ജാതി മത വ്യത്യാസം ഇല്ലാതെ ഇതിന്റെ സംഘടനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇവരെ കൂടെ എപ്പോഴും ഉണ്ട്. എല്ലാവരും എപ്പോഴും നമ്മൾ വന്നാലും ഇവരെ കാണാം. എല്ലാവരും ഇവിടുത്തെ ഇതിന്റെ ഭാരവാഹികളൊക്കെ കമ്മിറ്റിക്കാരൊക്കെ ഞങ്ങളോട് കൂടി കമ്മിറ്റി കൂടിയാലോചിക്കുന്ന കാര്യങ്ങളൊക്കെ. തവണത്തെ ഉത്സവവും അതേപോലെ തന്നെയാണ് എല്ലാ കൊല്ലവും. അതൊക്കെ വളരെ സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകുന്ന കാര്യങ്ങളാണ്. ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്ന വീട്ടമ്മമാരോടൊപ്പം സൗഹൃദം പങ്കിട്ട ഇരുവരും കമ്മിറ്റി ഭാരവാഹികളോടൊപ്പം പന്തലിരുന്ന് സമൂഹ ഭക്ഷണവും കഴിച്ചാണ് തിരികെ പോയത്. കടമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് യു.എം. ഹംസ, പി.കെ. അസ്ലു, പി.കെ. അലി അക്ബർ, പൂക്കുത്ത് മുജീബ്, ആവേൽ സുലൈമാൻ എന്നിവരും സംബന്ധിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ ചാക്യാർ കൂത്ത്, തിരുവാതിര, കൈകൊട്ടിക്കളി, നൃത്തനൃത്യങ്ങൾ, മറ്റു പൂജാ ചടങ്ങുകളും നടന്നു. ചടങ്ങുകൾക്ക് തന്ത്രി ഇളമന ഇല്ലത്ത് ശ്രീധരൻ നമ്പൂതിരി നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വേങ്ങര.